സ്വീകരണ മുറിയിൽ നിന്നും ഉയർന്ന നിലയ്ക്കാതെയുള്ള ഫോൺ ശബ്ദമാണ് അവരെ അടുക്കളയിൽ നിന്നും ആ റൂമിലേക്ക് എത്തിച്ചത്. അവർ പെട്ടെന്ന് അങ്ങേ തലക്കിൽ ആരായിരിക്കുമെന്ന ജിജ്ഞാസയോടുകൂടി ആ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ആ അങ്ങേ തലക്കിൽ നിന്ന് കേട്ട ശബ്ദവും അത് എവിടെ നിന്നാണെന്ന് കേട്ടപ്പോൾ അവരുടെ മുഖം പെട്ടെന്ന് വല്ലാത്ത വെറുപ്പും വിദ്വേഷവും നിറഞ്ഞു. എന്തിനാണ് ഈ സമയത്ത് വിളിച്ചതെന്ന് അവരുടെ മനസ്സിലേക്ക് വന്ന പോലെയായിരുന്നു അവർ മുഖഭാവം. പക്ഷേ പിന്നീട് പെട്ടെന്ന് ആ മുഖം മാറുകയും വല്ലാതെ ഒരു ക്യൂരിയോസിറ്റിയും വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ മുഖത്തേക്ക് വഹിക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഭാവമായിരുന്നു മുഖത്ത് പെട്ടെന്ന് വന്നിരുന്നത്. അവർ ഇപ്പോൾ പറയാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ അരിയിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ഭർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഓടി ചെന്നവർ അവരുടെ ആ ഭാവവ്യത്യാസങ്ങളും ഓട്ടമൊക്കെ കണ്ടപ്പോൾ ഭർത്താവ് വെച്ച് എന്ത് പറ്റി, എന്താണ് കാര്യം? ആ ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ അമ്മ മരിച്ചു. വൃദ്ധസദനത്തിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. അയാളൊന്ന് ഞെട്ടി. ഈ അമ്മയുടെ മരണശേഷമാണ് ബാക്കി ബന്ധുജനങ്ങളെല്ലാവരും ഒരു കാര്യം അറിയുന്നത്. ഈ അമ്മയെ ഈ മരുമകളും മകനും കൂടെ അനാഥാലയത്തിലാക്കിയിരിക്കുകയായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ, ഏതെങ്കിലും ബന്ധുജനങ്ങൾ ഇവരെ വിസിറ്റിങ്ങിന് വരുമോ, ഇവർ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്താൽ ഇവർ അമ്മ എന്ത് ചെയ്യുക, അമ്മയുടെ വിശേഷങ്ങൾ അന്വേഷിച്ചാൽ അമ്മ ആരുടെയെങ്കിലും വീട്ടിൽ പോയിരിക്കുകയാണെന്ന് കള്ളത്തരം പറയുകയായിരുന്നു. ഈ മരണശേഷം ഇവർക്ക് പെട്ടെന്ന് ഇത് പറയാൻ പറ്റിയില്ല. ഈ മരണം പെട്ടെന്ന് സകലർ പറഞ്ഞു. ഈ അമ്മയെ ഇവർ അനാഥാലയത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിലേക്ക് എറിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം മരിച്ചതിന് ശേഷം ഈ മകനെ വളരെ സ്നേഹത്തോടും ലാളനയോടും ആണ് ഈ അമ്മ അവനെ വളർത്തിയെടുത്തത്. ഒരു ബുദ്ധിമുട്ടും അറിയാതെ അവനെ വളർത്തി വലുതാക്കിയതാണ്. വിദ്യാഭ്യാസം കൊടുത്ത് അവന് ജോലിയൊക്കെ ലഭിച്ചതിന് ശേഷം അവന് അനുയോജ്യ ഒരു വധുവിനെ കണ്ടെത്തി അവന് വിവാഹം കഴിച്ചു. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം ഈ 2 മക്കളും +2 അധ്യാപകരാണ് എന്നുള്ളതാണ്. എന്തറിവാണ് എന്ത് വെളിച്ചമാണ് ഈ 2 അധ്യാപകരും ഈ മറ്റു കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതെന്ന് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. നമ്മൾക്ക് അറിവ് പകർന്നു തരേണ്ടവർ വളരെയേറെ സ്വഭാവ ഗുണമുള്ളവരും നല്ലവരുമായിരിക്കണം എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. അല്ലാത്തവർ പകർന്നു തരുന്ന ആ വെളിച്ചം ഒരിക്കലും വെളിച്ചമായിരിക്കുകയില്ല. അവരിൽ നിന്ന് പകർന്നു കിട്ടുന്ന വെളിച്ചം കിട്ടുന്നവർ ഇരുട്ടിലേക്കായിരിക്കും യാത്ര ചെയ്യുക. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മകനെ യാതൊരു അല്ലലും അറിയാതെയാണ് അമ്മ വളർത്തിയത്. യഥാർത്ഥത്തിൽ തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇവനെ വളർത്താനുള്ള ആ വിഷമതകളും എല്ലാം മനസ്സിലാക്കിയാണ് ഈ അമ്മ ഇവനെ വളർത്തിയിരുന്നത്. ഒരുപക്ഷെ ഒരിക്കലും അവൻ ആ അമ്മയെ അനാഥാലയത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിലേക്ക് വലിച്ചെറിയുകയില്ല. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ബുദ്ധിമുട്ടും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും ഒക്കെ നിങ്ങളുടെ മക്കൾ അറിഞ്ഞു വളരും. നിങ്ങൾക്കൊരു നേരം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കറികളൊന്നുമില്ല, വെറും മുളക് ചതച്ച് ചമ്മന്തിയോ ഉള്ളെന്ന് വരികയും അത് കൊടുത്ത് വളർത്തണം. അല്ലാതെ ആ സ്ഥാനത്ത് ആരോടെങ്കിലും കടം മേടിച്ച് ബീഫും ചിക്കനും ഒക്കെ മേടിച്ച് വറുത്ത് പൊരിച്ച് മൂക്കുമുട്ട തീറ്റയിൽ വളർത്തിയാൽ വളർന്നു വരുമ്പോൾ അവർ നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസം അറിയില്ല. അവർക്ക് ഓരോ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കിട്ടാതെ വരുമ്പോൾ അവരുടെ സ്വഭാവം മാറും. അതേസമയം പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ അറിഞ്ഞു വളരുന്ന മക്കളാണെന്ന് വരികയും അവരൊരിക്കലും ആ അമ്മയെ അനാഥാലയത്തിൻ്റെ ചുവരുക്കുള്ളിലേക്ക് വലിച്ചെറിയുകയില്ല. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യവും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങൾ അറിഞ്ഞവർ വളരും. എൻ്റെ അപ്പന് അല്ലെ എൻ്റെ അമ്മയ്ക്ക് ഈ സമയത്ത് ബുദ്ധിമുട്ടാണ്, ഞാൻ അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് അവർക്ക് തോന്നും. ഇന്നലെ നിങ്ങൾ അവരെ തോളിലെടുത്തുവെങ്കിൽ ഇന്ന് അവർ നിങ്ങളെ കരങ്ങളിൽ താങ്ങാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തുക, പ്രയാസങ്ങൾ അറിഞ്ഞു വളർത്തുക, ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളർത്തുക. അങ്ങനെയുള്ള വളർന്നു വരുന്ന ആ ഒരു തലമുറ അവരുടെ മുൻ തലമുറയെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് സംഭവിച്ച പോലെ ഏതെങ്കിലും വൃദ്ധസദനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലോകത്തേക്ക് വലിച്ചെറിയപ്പെടാൻ സാധ്യത കൂടുതലാണ്, അതിന് സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന മക്കളെ ഓരോ മാതാപിതാക്കൾക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ പ്രയാസവും ബുദ്ധിമുട്ടും അറിഞ്ഞ് തന്നെ വളർത്തുക.